ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു റെയിൻബോ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റെസിപ്പീസ് മിസ്സാവാതിരിക്കാനായിട്ട് ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ കേക്ക് റെഡിയാക്കാനായിട്ട് ഒരു 150 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്തിട്ട് ഒരു 3 വട്ടമെങ്കിലും നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ നമുക്കൊരു 6 മുട്ട വേണം. അത് വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മൈദ എടുത്തിരിക്കുന്ന അളവിൽ തന്നെ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ എഗ് വൈറ്റ് ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് എസൻസുകൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് എസൻസ്, ബട്ടർ എസൻസ്, വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റിഫായിട്ടുള്ള പീക്സായി കിട്ടുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ ഒരു 1/4 ഭാഗം കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഈ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളമയം പാടില്ല, അതിന് എണ്ണമയം ഒന്നും പാടില്ല. നല്ല കുറച്ച് ചൂടായ പാത്രമാണെങ്കിൽ അത്രയും നല്ലതാണ്, നന്നായിട്ട് പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ യോക്ക് ഒട്ടും തന്നെ വീഴാനായിട്ട് പാടില്ല. അപ്പോൾ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. യോക്ക് വീണാൽ ഇത്രയും നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ 1 ടീസ്പൂൺ സിന്തറ്റിക് ആയിട്ടുള്ള വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നോർമൽ തെങ്ങിൻ്റെ വിനാഗിരി ചേർത്ത് കൊടുക്കരുത് കേട്ടോ, അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള വിനാഗിരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക 1 ടീസ്പൂൺ, അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമുക്കിപ്പോൾ എല്ലാ ബേക്കിംഗ് ഷോപ്പിലും വാങ്ങിക്കാനായിട്ട് കിട്ടും ക്രീം ഓഫ് ടാർട്ടാർ എന്ന് പറഞ്ഞ സംഭവം, അത് 1 ടീസ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഏത് ചേർത്ത് കൊടുത്താലും സെയിം എഫക്റ്റ് തന്നെ ആയിരിക്കുള്ളൂ നമ്മുടെ കേക്കിൽ കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ എഗ് വൈറ്റ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ സ്റ്റേജ് വരെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ ബീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് എഗ് യോക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബാക്കി പഞ്ചസാരയും അതുപോലെ 2 തുള്ളി വാനില എസൻസും കൂടി ചേർത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 30 ml പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് മിക്സാക്കി വെച്ചിരിക്കുന്നതാണിത്. 1 മുട്ടയ്ക്ക് 5 ml പാല്, അതിൻ്റെ പകുതി സൺഫ്ലവർ ഓയിൽ. ഞാൻ ആ അളവിലാണ് എല്ലാ കേക്ക്സിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി എഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നന്നായിട്ട്. നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുമ്പോൾ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീര് അല്ലെങ്കിൽ ഞാൻ ക്രീം ഓഫ് ടാർട്ടാർ ചേർക്കാൻ പറഞ്ഞില്ലേ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താലും എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കും, താഴ്ന്നു പോവില്ല, കുറച്ചിങ്ങനെ താഴ്ന്നു പോവില്ല. അപ്പോൾ അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും അതുപോലെ തന്നെ കേക്ക് നല്ല പൊങ്ങി തന്നെ ഇരിക്കും, താഴ്ന്നു പോവില്ല കുറച്ച് കഴിയുമ്പോൾ. ഇതുപോലത്തെ ഒരു ബലൂൺ വിസ്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കുള്ളൂ ഇതുപോലെ മിക്സാക്കി എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഈ എഗ് യോക്കിലേക്ക് മൈദ ചേർത്ത് കൊടുക്കില്ല, അപ്പോൾ ഇത് ഫോൾഡ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കട്ടയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് കിച്ചൺ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വെയിറ്റ് നോക്കുകയാണ്. എന്നിട്ട് കറക്റ്റ് 6 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിച്ചൺ സ്കെയിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു കപ്പ് അളവിൽ ബാറ്റർ എടുത്തിട്ട് 6 പാത്രങ്ങളിലായിട്ട് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ 6 ഷെയ്ഡിലാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത്. ഓരോ ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമുക്ക് 6 പോർഷൻസ് ആയിട്ട് കിട്ടും.
ഞാനിപ്പോൾ 2 കേക്ക് വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിൽ തന്നെ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിട്ടാണെങ്കിൽ ആദ്യം തന്നെ 6 പ്രാവശ്യമായിട്ട് 6 പാത്രങ്ങളിലായിട്ട് അളന്നിട്ട് മാറ്റി വെച്ചിട്ട് കളർ ചേർത്തിട്ട് ഓരോന്നോരോന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ആദ്യം തന്നെ 2 കേക്കായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് 2 പാത്രത്തിൽ മാത്രം കളർ മിക്സാക്കി വെക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കളർ മിക്സാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമിൽ മാത്രം എടുത്തിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ ചെയ്താൽ മതി. ആദ്യമായിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് യെല്ലോ കളർ കേക്കും അതുപോലെ തന്നെ ബ്ലൂ കളറിലുള്ള കേക്കുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. 1 ടീസ്പൂൺ വെച്ചിട്ട് 2 കളറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ 2 ബേക്കിംഗ് ടിന്നിലാക്കിയിട്ട് ഒരു പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള അവനിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കേക്കും ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ബേക്കായിട്ട് കിട്ടും. അധികം ഹൈറ്റ് ഇല്ലാത്ത കേക്കായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് അടുത്ത 2 കേക്ക് റെഡിയാക്കാം. റെഡും ഗ്രീനും കളറിലുള്ള കേക്കാണ് റെഡിയാക്കുന്നത്. അടുത്തതായിട്ട് ലാസ്റ്റായിട്ട് ഞാൻ റെഡിയാക്കുന്നത് ഓറഞ്ച് കളറിലുള്ള കേക്കും അതുപോലെ തന്നെ വയലറ്റ് കളറിലുള്ള കേക്കുമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ വയലറ്റ് കളർ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഒരു 3 തുള്ളി പിങ്ക് കളറും അതിൻ്റെ കൂടെ കുറച്ച് ബ്ലൂ കളറും കൂടി ചേർത്താൽ നമുക്ക് കറക്റ്റ് വയലറ്റ് കളർ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സായി കിട്ടിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് വയലറ്റ് കളറിൽ കിട്ടും. വയലറ്റ് കളർ ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 2 കേക്കും ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കേക്കും അതുപോലെ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം നല്ല കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ റെയിൻബോൻ്റെ ആ ഒരു ഓർഡറിൽ തന്നെയാണ് കേക്ക് ലെവൽ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ക്രീം തേച്ച് കൊടുക്കാം. നമ്മൾ സാധാരണ വേറെ കേക്കിനൊക്കെ വെക്കണ ആ ക്രീമിൻ്റെ അത്രയും തിക്നെസ്സിൽ ഈ കേക്കിൽ വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു 6 ലെയേഴ്സ് ഉള്ള കേക്കായതുകൊണ്ട് എല്ലാ ലെയറിലും ക്രീം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ക്രീം വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് മട്ടിപ്പ് ഉണ്ടാവും കേക്ക് കഴിക്കുമ്പോൾ. ഇപ്പോൾ 6 ലെയേഴ്സും അതുപോലെ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫുൾ കവർ ചെയ്തെടുക്കണം. ഈ ഐസിങ് ചെയ്യണ ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് കാട്ടുന്നില്ല കേട്ടോ, കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആവും. ഇപ്പോൾ ഇത് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കാൻ പോവുകയാണ്. ഇനി കേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് റെഡിയാക്കിയിട്ടുണ്ട്. 50 ഗ്രാം വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ 50 ഗ്രാം ചോക്ലേറ്റും കൂടി ചേർത്തിട്ട് മെൽറ്റ് ചെയ്തെടുത്താണിത്. ഇതൊരു 6 ഷെയ്ഡിൽ നമുക്ക് കളർ ചെയ്തെടുക്കണം. ഇനി ഇത് 6 പാത്രങ്ങളിലായിട്ട് ഏകദേശം ഒരേ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോരോ കളറായിട്ട് 6 കളേഴ്സും ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 6 കളേഴ്സും അതുപോലെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റാക്കി വെച്ചിരുന്ന കേക്കിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഡിസൈനൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം, ഇപ്പോൾ എത്ര ഡ്രോപ്സ് കൊടുക്കണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്താം. കേക്ക് ഫുള്ള് ഇതുപോലെ എല്ലാ കളേഴ്സും വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തെടുക്കണം. കണ്ടപ്പോൾ അതുപോലെ കവർ ചെയ്തെടുത്തിട്ട് ഇനി ഇത് വീണ്ടും നമുക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം സെറ്റാവാനായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് റോസസ് വരച്ച് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പേപ്പർ എടുത്തിട്ട് ഒന്ന് മുറിച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മുടെ റെയിൻബോൻ്റെ ആ ഓർഡറിൽ തന്നെ കളർ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മെസ്സി ആയിട്ടുള്ള പരിപാടിയാണിത്. എന്നാലും നമുക്ക് ലാസ്റ്റ് ഇത് ചെയ്ത് കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ റെയിൻബോ കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ വയലറ്റ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓരോ കളറും വിപ്പിംഗ് ക്രീമിലോട്ട് ആഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ 6 കളേഴ്സും മീതയ്ക്ക് മീതെ ഇതുപോലെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഷെയ്ഡ് 6 ഷെയ്ഡിലുള്ളൊരു റോസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. എന്നിട്ട് 2 സൈഡും ഒന്ന് കൂട്ടി യോജിപ്പിക്കണം. അതിനുശേഷം ഇത് റോസസിൻ്റെ നോസിലുള്ള ഒരു പൈപ്പിംഗ് ബാഗ് ഇട്ടിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇതുപോലത്തെ ഒരു നോസിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക്. എന്നിട്ട് നമുക്ക് ഈ ക്രീമും കൂടി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ മീതെ റോസസ് വരച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഫുള്ള് റോസസ് വരച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കാണുമ്പോൾ ഒരു 6 ഷെയ്ഡിലുള്ള റോസസ് വരയ്ക്കുമ്പോൾ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തെങ്കിലും സ്പേസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റെയിൻബോ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 1.5 കിലോ തൂക്കം വരുന്നൊരു കേക്കാണ് കേട്ടോ ഇത്. കറക്റ്റ് ഒരു 1.5 കിലോ ഉണ്ടാവും. ലാസ്റ്റായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള റെയിൻബോ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ കേക്കിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു.